AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ചുട്ടരച്ചൊരു തേങ്ങാ ചമ്മന്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഉണക്കമുളകും നാളികേരും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗവൊക്കെ കത്തിച്ചിട്ടാണ് മുളക് ചുട്ടെടുക്കുന്നത്. അടുപ്പിൽ കണലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുപ്പിൽ കണലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അടുപ്പിൽ കണലില്ല, അതുകൊണ്ട് അപ്പം മുളകും നാളികേരമൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. മുളക് ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നാളികേരം ഞാൻ പപ്പടക്കമ്പിയിൽ കോർത്തെടുത്ത് അതുപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ചെറിയ ഉള്ളിയും ചുട്ടെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ വല്ല പനിയൊക്കെ ആയി കിടക്കുമ്പോഴാണ് ഈ ഒരു ചമ്മന്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. നല്ല ചുട്ടരച്ച ചമ്മന്തി, നല്ല കുത്തരിക്കഞ്ഞിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെയൊന്നും അല്ല കേട്ടോ, വെറുതെ ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ, നമ്മുടെ ഈ ചാനൽ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തി ഒക്കെ ഒന്നുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി നാളികേരവും മുളകും ചെറിയ ഉള്ളിയൊക്കെ ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് അമ്മിയിൽ വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ അമ്മിയൊക്കെ ഒന്ന് ഉപയോഗിക്കുള്ളൂ. കാര്യമായിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനേ അമ്മി എടുക്കുകയുള്ളൂ. നമ്മൾ കൂട്ടാലിക്ക് അരയ്ക്കാനൊക്കെ എന്തായാലും മിക്സിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി അമ്മിയിൽ അരയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തു, എല്ലാം ചുട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് അമ്മിയിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് മുളകും നാളികേരമൊക്കെ ചൂടാൻ പോണതിന് മുമ്പായിട്ട് തന്നെ അമ്മിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഞെട്ടി കളയണമൊന്നുമില്ല കേട്ടോ. അത് പിന്നെ ഇതിൻ്റെ ഒരു ഇഷ്ടത്തിന് ഇട്ടു എന്നുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ അരച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഞെട്ടീൻ്റെ ആര് കാണുമ്പോൾ ഞാനതെടുത്ത് ഒഴിവാക്കണമുണ്ട്. അതിൻ്റെ ഞെട്ടി കളഞ്ഞോണമൊന്നുമില്ല, ഇനിയിപ്പോൾ കളഞ്ഞാൽ കുഴപ്പമില്ല. അതൊക്കെ അവരവരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇനി നാളികേരവും ചെറിയ ഉള്ളിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ നല്ല അടിപൊളി ചുട്ടരച്ച ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇപ്പോൾ അമ്മിയൊന്നും എല്ലാ വീട്ടിലും ഉണ്ടായിക്കോണമെന്നൊന്നുമില്ല. അങ്ങനത്തെവർക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് മിക്സിയിൽ അരച്ചെടുത്താലും മതി, വെള്ളം ചേർക്കാതെ. ഇപ്പോൾ ഒന്നും എല്ലാ വീട്ടിലും ഒന്നും അമ്മി ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടേക്ക് അമ്മിയും ആട്ടുകല്ലും മുരലും ഒലയ്ക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇതൊക്കെ ഒന്ന് കൈകൊണ്ട് തൊടലുള്ളൂ എന്ന് മാത്രം. അമ്മി പിന്നെ അങ്ങനെ ചമ്മന്തിയൊക്കെ അരയ്ക്കാനോ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാനോ ഒക്കെ അമ്മീനെ ആശ്രയിക്കലുണ്ട്, അല്ലാതെ മറ്റുള്ളതൊന്നും തൊടലില്ല. അപ്പം ചമ്മന്തിയൊക്കെ നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കണതാണ് ഒരു നല്ലൊരു ടേസ്റ്റ് കൂടുതലും ഒക്കെ. അപ്പോൾ ആ ചമ്മന്തി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം അല്ലേ. അങ്ങനെ ഇപ്പോൾ ചമ്മന്തി എല്ലാം അരച്ചെടുത്ത്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് അതുപോലെ ഉരുളയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊക്കെ അറിയാം എന്നാലും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.